കടവുളെ. എക്സ്ക്യൂസ് മീ, മമതയല്ലേ? അതെ, ആരാ? ഒരു മിനിറ്റ് മമത അങ്ങോട്ടൊന്ന് വരൂ. എൻ്റെ പേര് ശ്രീനീന്ന. മമതയുടെ ഫ്രണ്ടില്ലേ നിത്യ? ആ, നിത്യയെ വിവാഹം കഴിക്കാൻ പോകുന്നത് എൻ്റെ സുഹൃത്താ. ഓ അത് ശരി. എന്താ ഇവിടെ? ആക്ച്വലി ഞാൻ മമതയെ കാണാൻ വേണ്ടി തന്നെ വന്നതാ. അല്ല, ഞങ്ങൾ ഈ ഫ്രണ്ട്സിനിടയിൽ നല്ല ബോണ്ടിങ്ങാ. അപ്പോൾ എല്ലാവരുടെയും കാര്യങ്ങൾ ഞങ്ങൾ പരസ്പരം അന്വേഷിക്കാറുണ്ട്. അവൻ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കണമല്ലോ. അത് കൂട്ടുകാരൻ്റെ ബാധ്യതയല്ലേ? കൂട്ടുകാരനും വീട്ടുകാരും ഇതൊന്നും അന്വേഷിച്ചില്ല അപ്പോ? ശേ സി മമത, എല്ലാവർക്കും എല്ലാം അറിയണമെന്നില്ലല്ലോ. അല്ല, ഐ മീൻ നിത്യയുടെ ക്യാരക്ടർ എങ്ങനെയുള്ള ആളാണ്, എന്തൊക്കെയാണ് നിത്യയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ. ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ ഭാര്യയായിട്ട് വരിക എന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങളൊരു ബാച്ചാണേ, അതുകൊണ്ടാ. നിത്യ നല്ല കുട്ടിയാ. ഒരു സാധാരണ കുട്ടിയുടെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ അവക്കുണ്ട്. അതിപ്പോ പ്രത്യേകിച്ച് എന്തെങ്കിലും എടുത്തു പറയാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിത്യക്ക് പ്രണയം വല്ലതും? കോളേജ് ആവുമ്പോൾ അതിനൊക്കെ സാധ്യതയുണ്ടല്ലോ. ഇതന്വേഷിക്കാനും കൂട്ടുകാരൻ പറഞ്ഞതാണോ? അങ്ങനെയാണെങ്കിൽ അയാൾ ഒരു സംശയരോഗി ആയിരിക്കണമല്ലോ. സംശയരോഗം? എന്ത് സംശയരോഗം? ഇതെന്താ ഭൂമിയിൽ ഇല്ലാത്തതാണോ? ഒരു കാര്യം ചോദിക്കുമ്പോൾ ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല, അങ്ങനെയാണ് മറുപടി പറയേണ്ടത്. നിങ്ങൾ എനിക്ക് പരീക്ഷ നടത്താൻ വന്നതാണോ? സത്യം പറയാലോ, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് തുടക്കം മുതലേ എനിക്ക് പിടിച്ചിട്ടില്ല. ദാറ്റ് മീൻസ് ഞാൻ ഇപ്പം ഇവിടെ നിന്ന് പോകണം. ഞാൻ ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല. എന്നെ തനിക്ക് ഇവിടെ നിന്ന് ഒഴിവാക്കണം. അതിൻ്റെ അർത്ഥം തനിക്കെന്തോ മറച്ചു പിടിക്കാനുണ്ടെന്നല്ലേ? എന്തോ ഒളിക്കാനുണ്ടെന്നല്ലേ? മിസ്റ്റർ, കുറച്ച് മര്യാദ പാലിച്ചാൽ കൊള്ളാം. ഞാൻ ചോദിക്കും, ഇതിലും വലിയ ചോദ്യങ്ങൾ ചോദിക്കും. കാരണം എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ. ഒരു ജീവിതകാലം മുഴുവൻ കൂടെ കൊണ്ട്. ഓ, അപ്പൊ നിത്യ കല്യാണം കഴിക്കാൻ പോകുന്നത് നിങ്ങളാണല്ലേ? കൊള്ളാലോ. വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെ കുറിച്ച് അറിയാൻ സ്വന്തം ഐഡന്റിറ്റി ഉപയോഗിക്കാൻ പോലും നിങ്ങൾക്ക് പറ്റില്ല അല്ലേ? അതെന്റെ ഇഷ്ടം. അത് നിങ്ങളുടെ ഇഷ്ടമായിരിക്കും. പക്ഷെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാൻ എനിക്കിഷ്ടമല്ല. ഒന്ന് പോകാവോ? ഞാനൊന്നും കണ്ടുപിടിക്കില്ല എന്നാണ് കരുതിയത്. നിങ്ങൾക്കാർക്കും ജീവനെ ശരിക്കും അറിയില്ല. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം. കാണണമെന്നില്ല. എന്താടിയല്ലേ ഇങ്ങനെ? എനിക്കറിയില്ല. എന്തായാലും നമ്മുടെ നിത്യക്ക് ചേരില്ല. എന്നാ ചെയ്യാ? ആ, എന്തുണ്ട് മാഷെ വിശേഷങ്ങൾ? ഇടയ്ക്കൊക്കെ തന്നെ വന്ന് കണ്ടില്ലെങ്കില് ഞങ്ങളുടെ ഒക്കെ കഞ്ഞൂടി കൂട്ടി പോയില്ലേ. ഈ സാധനങ്ങളൊക്കെ എന്നെടുത്തോ. ആ, ഇത് കുറെ ഉണ്ടല്ലോ മാഷെ. ചടങ്ങ് വല്ലതും ഉണ്ടോ വീട്ടില്? ഇവളുടെ കല്യാണം നിശ്ചയാടോ. അത് നന്നായല്ലോ. ഇവിടെ അടുത്തുനിന്നാണോ? അടുത്തെന്ന് പറയാൻ പറ്റില്ല, എന്നാൽ ഒരുപാട് ദൂരമില്ല. നല്ലൊരു കുടുംബം. നിത്യമോള് നല്ലൊരു കുട്ടിയല്ലേ? അങ്ങനെ ഒരു സ്ഥലത്തെ ദൈവം കൊണ്ട് ചേർക്കൂ. എന്തായാലും നളിനിയുടെ മോനായിട്ടുള്ള കല്യാണം മുടങ്ങി നന്നായി. അവനൊരു പൊട്ടനാണെന്നേ. ആകാശത്ത് കത്തി നിൽക്കുന്ന സൂര്യൻ പോലും ചിലത് ചില നേരത്ത് മറിച്ച് കളയില്ലേടൂ. അപ്പൊ പിന്നെ ഇത്തിരിയില്ലാത്ത നമ്മുടെ ജീവിതത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കില്ലേ? ആ ഗ്രഹണം അങ്ങനെ അങ്ങ് തീർന്നു. മാഷ ഒരു കാര്യം ചെയ്യാം, പയ്യൻ വന്നിട്ട് വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ ഞാൻ കൊടുത്തുവിടാം. ഒരുപാട് സാധനമുള്ളതല്ലേ. എന്നാ നന്നായി. മോളെ, നമുക്കിറങ്ങാം. ശരി മാഷ. അതെ, അച്ഛൻ വീട്ടിലേക്ക് നടന്നു. ഞാനൊരു ബ്ലൗസ് തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട്. അത് വാങ്ങിച്ചിട്ട് പെട്ടെന്ന് വന്നോളാം. അതിവിടെ അടുത്തല്ലേ, അതുകൂടി വാങ്ങിച്ചു നമുക്കൊന്നിച്ച് പോവാം. വേണ്ട വേണ്ട വേണ്ട, ഇനി അച്ഛനീ വെയിലത്ത് അവിടെ വരെ കൂടി നടക്കണ്ട. ഞാൻ പോയി വാങ്ങിച്ചിട്ട് വന്നോളാം. പറഞ്ഞ് എന്നെ വലിയ അസുഖക്കാരനാക്കി മാറ്റി അടങ്ങൂ നീ അല്ലേ? പോയിട്ട് വാ. ശരി.
അച്ഛാ ആ കുട നിവർത്തിക്കൂടെ? നിന്റെ ഒരു കാര്യം. നീ വയ്ക്കോ. പോന്നില്ലേ നീ? ആ പോവാ. ഹായ്. എത്ര നേരം ഞാൻ അവിടെ കാത്തിരിക്കുന്നു. എന്താ ലേറ്റ് ആയത്? കുറച്ച് ലേറ്റ് ആയാലെന്താ? ഇന്ന് മുഴുവൻ നമ്മൾ ഒന്നിച്ചല്ലേ? അതൊക്കെ ഓക്കെ. വിപിനൊരു സർപ്രൈസ് ഉണ്ട്. എന്റെ കൂടെ ഒരാളുകൂടി ഉണ്ട്. ഹായ് വിപിൻ. കൂടെ വരുന്നുണ്ടോന്ന് ഞാൻ ചോദിച്ചപ്പോ ആദ്യം ഇവളില്ലെന്നൊക്കെ പറഞ്ഞതാ. പക്ഷെ വിപിനെ കാണാനാണെന്ന് പറഞ്ഞപ്പോ എന്താണെന്നറിയില്ല, പെട്ടെന്ന് റെഡിയായി. ഇരിക്ക്. ആ ഹലോ. ആ ഞാനത് വിട്ടുപോയി. ഇന്ന് അത്യാവശ്യമാണോ? നോ പ്രോബ്ലം, നോ പ്രോബ്ലം, ഞാൻ വരാം. ശ്രേയ, എനിക്കൊരു ഫ്രണ്ടിനെ കാണാനുണ്ട്. ഒരു ഫിനാൻഷ്യൽ ഡീലാ. ഇപ്പൊ പോയില്ലെങ്കിൽ അത് ശരിയാവില്ല. പറ്റില്ല. ഇന്ന് മുഴുവനും എന്റെ കൂടെ ഉണ്ടാവുമെന്ന് എനിക്ക് വാക്ക് തന്നല്ലേ. ഐ എം റിയലി സോറി. ബിസിനസിന്റെ കാര്യ മാറ്റിവെച്ചാ പിന്നെ ഒരിക്കലും നടന്നില്ല എന്ന് വരും. പോട്ടെ. വിപിൻ, ഐ എം സോറി. സോറി വീണ, എനിക്കിപ്പോ പോയേ പറ്റൂ. വിപിൻ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ഞാൻ വിളിക്കാം. എന്ത് കഷ്ടം. എന്തൊക്കെ പ്രതീക്ഷയോടെ ഇറങ്ങിയതാ. അവൻ ഏതോ റിസോർട്ടില് റൂം ബുക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞതാ. റൂം ബുക്ക് ചെയ്തെന്ന് പറഞ്ഞു? കൊറേ ദിവസമായി അവൻ പറയുന്നു. ഞാൻ പിടികൊടുത്തില്ല. ഇന്ന് പിന്നങ്ങ് തീരുമാനിച്ചു. അതിനിടയിലാ ഒരു ബിസിനസ് ഡീൽ. ഇവനെന്റെ കൈ കിട്ടിയ കൊന്നേനെ. ശ്രേയ, വിപിൻ ഇന്നലെ നിന്നോട് കുറെ നേരം സംസാരിച്ചോ? പിന്നെ വെളുപ്പിന് എപ്പോഴോ സംസാരിച്ച് ഞാൻ ഉറങ്ങിപ്പോയി. എന്താ ചോദിച്ചേ? അല്ല, വിപിന്റെ ക്യാരക്ടർ എങ്ങനെയാണെന്ന് അറിയാൻ. അവൻ സംസാരിച്ചു തുടങ്ങിയ പ്രണയം കൊണ്ടങ്ങ് മൂടിക്കളയും. കുറെ നേരത്തേക്ക് വല്ലാത്തൊരവസ്ഥയായിരിക്കും. അതാ അവൻ പോയപ്പോ എനിക്ക് ഇത്ര സങ്കടമായത്. അല്ല, നിനക്കെന്തു പറ്റി? ഏയ്, എനിക്കെന്താ, ഒന്നുമില്ല. എന്നാ നമുക്കൊരു ഷേക്ക് പറയാം. ഇരിക്കും. ஐயா இப்படி போயா நம்ம 2 பேரும் உயிர் போயிடுங்க ஐயா. கொஞ்சம் ஸ்பீடு கம்மி பண்ணுங்க ஐயா. ஐயா 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 நம்ம ഇത് എങ്ങ പോയിട്ടിരിക്ക? ചോദിക്കുന്നവര് അവൾക്ക് നിഷ്കളങ്കതയുടെ സർട്ടിഫിക്കറ്റ് എഴുതിക്കൊണ്ടിരിക്കുക. என்ன ഇവളുമാരൊക്കെ ചേർന്ന് എന്നെ പറ്റിക്കാന്നാണോ കരുതിയെ? ஐயா அந்த பெண்ணு நல்ல பெண்ணு ஐயா. அதுதான் எல்லாரும் நல்லதுன்னு சொல்லிட்டு இருக்க. എന്നെ ആരും പറ്റിക്കില്ല. നമ്മൾ പോകുന്നതേ അവളുടെ അയൽവക്കത്തേക്കാ. எதுக்கு? അവിടെ മുഴുവൻ അവളെ പറ്റി ചോദിക്കണമല്ലോ. அப்பா கடவுளே, അവളെ കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും അറിയാതെ ഇന്ന് ഞാൻ ഉറങ്ങില്ല. நான் ജീവിതകാലം മുഴുവൻ ഉറങ്ങ പോറെന്ന് നിனைக்கிறேன். മുരുകാ കാപ്പാത്തുങ്ക. ഉണ്ടായിരിക്കണം. ஐயா എല്ലാ പെണ്ണിനും ഒരു മുഖംമൂടിയുണ്ട്. അവളുടെ മുഖംമൂടി ഇന്ന് ഞാൻ അഴിക്കും.
എന്തു പറ്റി? ഒരു തലകറക്കം പോലെ. എന്നാ കുറച്ചേരം അങ്ങോട്ട് ഇരിക്കാം. ഞാൻ പോയി കുറച്ച് വെള്ളം എടുത്തിട്ട് വരാം. ദാ. ഹോസ്പിറ്റലിലോ മറ്റോ പോണോ? സാരമില്ല, കൂടുതൽ നടക്കാൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അത് കാര്യമാക്കാതെ ഇറങ്ങിയതുകൊണ്ടാ. ഞാനൊരു വണ്ടി വിളിക്കാം. നമുക്ക് എന്തായാലും ഡോക്ടറെ അടുത്തൊന്ന് പോ. വേണ്ട, കുഞ്ഞു പോയിക്കോളൂ. ഇപ്പൊ ഒരു ആശ്വാസമൊക്കെ ഉണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഞാൻ എണീറ്റ് നടന്നോളാം. അയ്യോ, അങ്ങനെ പോവാൻ എനിക്ക് മനസ്സ് വരില്ല. ഞാൻ എന്തായാലും വീട്ടിൽ കൊണ്ടുവന്നാക്കാം. എന്തിനാ കുഞ്ഞെ നീ ബുദ്ധിമുട്ടുന്നത്? ഇതൊക്കെ എന്ത് ബുദ്ധിമുട്ട്? എന്തായാലും വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ഒരു ഓട്ടോ വരട്ടെ. ഞാൻ പറഞ്ഞല്ലേ, വെയിലിന്റെയാ. ഇപ്പൊ ബുദ്ധിമുട്ടൊക്കെ മാറി. കുഞ്ഞു പോയിക്കോ. ഏയ്, അതൊന്നും പറ്റില്ല. എന്റെ മനസമാധാനം പോവും, അതാ പ്രശ്നം. സ്കൂട്ടറിൽ കയറാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ. ഏയ്, അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. തന്നെ ബുദ്ധിമുട്ടിക്കണമല്ലോ എന്നുള്ള ചിന്തയുള്ളൂ. അതൊന്നും സാരമില്ല. ഞാൻ കൊണ്ടുപോയി വിടാം. വരണം. ഓക്കെ. അതെ, പുറകിലിരുന്നിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാൽ എന്നോട് പറയണേ. ബുദ്ധിമുട്ടിക്കുകയാണെന്നും പറഞ്ഞ് പറയാണ്ടിരിക്കരുത്. ഇല്ല, പോവാം. എങ്കിൽ ശരി. Hey! അച്ഛൻ കൂടെ ഉണ്ടായിരുന്നു. ഇങ്ങോട്ട് പോരാൻ കുറച്ച് ബുദ്ധിമുട്ടി. എന്നാണ് ഈ തടസ്സങ്ങളൊക്കെ ഒന്ന് മാറുന്നത്? എനിക്കൊന്നും അറിയില്ല. പേടിയാണോ? മിക്കവാറും എല്ലാവർക്കും അച്ഛനെ അറിയാം. നമ്മുടെ ഈ കണ്ടുമുട്ടൽ അച്ഛന്റെ കാതിലെത്തിയാൽ തീർന്നില്ലേ പിന്നെ? ஐயா உயிர் பாதிதான் இருக்கு. என்ன ஐயா இதெல்லாம்? നീ എന്താ പറഞ്ഞേ? അന്ത പൊണ്ണ് നല്ല പൊണ്ണാ, ஆமா. അതാ എല്ലാവരും പറയുന്നതല്ലേ? അങ്ങോട്ട് നോക്കടാ. ഇപ്പൊ നിനക്ക് അവളുടെ തനിനിറം ബോധ്യമായില്ലേ? ഇനി ഇത് മനസ്സിലാവേണ്ടത് എന്റെ അമ്മയ്ക്കാ. ஐயா வேண்டையா, ஐயா ஐயா வேண்டையா. என்ன விதியப்பா இது?
எல்லாம் நான் முடிஞ்சு போச்சு. ഈ പെണ്ണിനെ കുറിച്ച് ജീവനൊരു കണക്കുകൂട്ടലുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരുത്തിയും പോവില്ല. யாரும் இல்லை ஐயா. ஐயா அந்த இடம் இல்லை, இந்த இடம் காணவே இல்லை, போயாச்சு. ஐயா ഇവൻ എന്തായി കാണിക്കുന്നേ? താൻ എന്താണോ ഈ കാണിച്ചേ? ചേട്ടാ, അറിയാവുന്നയാളാ? വണ്ടിയിൽ വേറെ ആരെങ്കിലും കൂടെ ഉണ്ടോ? ഇല്ല. ഞങ്ങൾ ഇതുവഴി പോകുമ്പോൾ വണ്ടിയിൽ നെത്തി വരുന്ന കണ്ടു. ശരവണ്ണ എനിക്ക് കാണിച്ചു തന്നെ. അല്ല, എവിടെ പോയതാ? അത് ഞാനൊരു കൂട്ടുകാരിയുടെ അമ്മ സുഖമില്ലാതെ കിടക്കുന്നിടത്ത് പോയിട്ട്. ആയിക്കോട്ടെ, കണ്ടപ്പോൾ ഞാൻ നിർത്തിയെന്നേ ഉള്ളൂ. ശരിയെന്നാ. എവിടെ പോയതായിരുന്നു എന്നറിയോ? കൂട്ടുകാരിയുടെ അമ്മ സുഖമില്ലാതെ കിടക്കുന്നുവെന്ന്. ഞാൻ അന്നേ പറഞ്ഞല്ലടാ, അധികം ചിലക്കുന്നവളാണ് അധികം ചതിക്കുന്നത്. ഇതെന്താ പരിപാടി? ഇത് നിത്യമോൾക്ക് നന്നായി ചേരുമല്ലേ? ആ, ചേരും ചേരും. എനിക്കും നന്നായിട്ട് ചേരും. ഇത് കണ്ട് എന്റെ മോള് കൊതിക്കണ്ട. ഇത് നിത്യമോളുടെ മുഖത്തിന് നല്ല ചേർച്ചയായിരിക്കും അല്ലേ? ദേ അമ്മേ, ഈ ആഭരണപ്പെട്ടി ഒന്ന് തുറക്കാൻ അമ്മയോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്? അമ്മ തുറന്നിട്ടുണ്ടോ? എന്നിട്ടിപ്പോ ഓരോന്നോരോന്ന് എടുത്തു വെച്ച് ഇത് നിത്യമോൾക്ക്, അത് നിത്യമോൾക്ക്. ഇതൊന്നും ശരിയാവില്ല. ഈ പെട്ടിയിലിരിക്കുന്ന ആഭരണങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഞാനത് മുൻപ് പറഞ്ഞിട്ടുണ്ടല്ലോ നിന്നോട്. പരമ്പരയായി വീട്ടിൽ വന്നു കയറുന്ന പെണ്ണിന് കൊടുക്കാൻ വേണ്ടി കാത്തു സൂക്ഷിക്കുന്നതാണിത്. നിന്റെ അച്ഛൻ്റെ അമ്മ അതെനിക്ക് തന്നു. ഞാൻ ഇനി ഇത് വരാൻ പോകുന്നവൾക്ക് കൊടുക്കും. എന്റെ അമ്മേ, ഇത് ആന്റിക് ഫാഷനാ. ഇതുപോലുള്ള ആഭരണങ്ങള് ഇപ്പൊ അന്വേഷിച്ചാ കിട്ടത് പോലുമില്ല. അമ്മ ചടങ്ങിനനുസരിച്ച് ചെയ്തു. കുറച്ച് എനിക്കെന്താ? അതെ, നിനക്കൊരാഭരണ കട മൊത്തം വേണോന്ന് പറഞ്ഞാലും ഞാനത് വാങ്ങിച്ചു തരും. പക്ഷേ ഇത് ഞാൻ തൊടിയിക്കില്ല. സോറി അടി മോളെ. എന്നാ എല്ലാം കൂടെ കൊണ്ടുപോയി കൊടുക്ക്. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇത്രയും കാലം നിഴല് പോലെ ഞാനാ കൂടെ നടന്നത്. ഒരു മരുമോള് വരാൻ പോകുമ്പോഴേക്കും എന്നെ തള്ളി പറഞ്ഞു തുടങ്ങി. എന്നെ ആരാടി തള്ളി പറഞ്ഞു? പിന്നെ വരാൻ പോകുന്നത് മരുമോളൊന്നുമല്ല, നിനക്ക് മൂത്തവള, എന്റെ മോള്. ഞാൻ അങ്ങനെയാ കുട്ടിയെ കരുതിയിരിക്കുന്നത്. എന്റെ പൊന്നോ, എനിക്കൊരു കല്യാണാലോചന വരുമ്പോ വേറെ ഒന്നും ഒത്തു വന്നില്ലെങ്കിലും
ഇതുപോലൊരു അമ്മായിയമ്മയെ സംഘടിപ്പിച്ച് തരണേ എന്റെ ദൈവമേ. ഇനിയിപ്പോ വിവാഹത്തിന് മുൻപ് ഈ ആഭരണങ്ങള് നിത്യ കൊണ്ടുപോയി ഏൽപ്പിക്കണം. അതൊട്ടും വൈകണ്ടെന്നാ എന്റെ തീരുമാനം. ഞാനൊന്ന് വിളിക്കട്ടെ, എന്നിട്ട് പറ്റുവാണെങ്കിൽ നാളെ തന്നെ അങ്ങ് പോയേക്കാം. മൂത്ത മോളുടെ കാര്യത്തിൽ എന്താ ഒരു തിടുക്കം. മിക്കവാറും ആ പുള്ളിക്കാരി വന്ന് കേറുമ്പം ഞാൻ എടുക്കാ കാശാവും. സൂക്ഷിച്ചൊക്കെ നിന്നോ, എന്നാ നിനക്ക് കൊള്ളാം. സൂക്ഷിച്ച്. എന്നാ പിന്നെ ഞാൻ ഇറങ്ങിക്കോട്ടെ. അതെന്തൊരു ഏർപ്പാടാടോ. എനിക്കൊരു ഉപകാരം ചെയ്ത് താൻ ഇത്രയും ദൂരം വന്നിട്ട് ഒന്ന് വീട്ടിൽ കയറതെങ്ങനെ? എന്റെ മോളിപ്പ വരും. അവള് വന്ന അസലൊരു ചായ കിട്ടും, അത് കുടിച്ചിട്ട് പോകാം.